ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെങ്ങനെ മരക്കൊമ്പ്, ഇല, പൂങ്കുല ഇതെല്ലാം കളർ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അതിന് എല്ലാത്തിലും നമ്മൾ യെല്ലോ വാഷാണ് ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ യെല്ലോ ഓക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 20 ഡ്രോപ്സ് വെള്ളത്തിൽ നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ട് ഒരു ലെയർ എല്ലാ സ്ഥലത്തും ഈവൺ ആയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ യെല്ലോ ഓക്കറിൻ്റെ സ്ഥാനത്ത് പെർമനൻ്റ് യെല്ലോയും കൊടുക്കാം. ഇവിടെ ഞാൻ ഈ കളർ ഇവിടെ സെക്കൻഡ് ലെയർ കൊടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിന് കൊടുത്ത അതേ മ്യൂറൽ റെഡ് കോമ്പിനേഷനാണ്. ഓൾറെഡി വീഡിയോയിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കളർ മിക്സിങ്ങിനെ പറ്റിയിട്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സെയിം കളർ തന്നെയാണ് പാരറ്റിൻ്റെ ഓർണമെൻറ്റ്സിന് വേണ്ടിയിട്ടും കൊടുക്കുന്നത്. ഇനി നമ്മൾ പൂങ്കുലയിലും ഇലയിലും ഒക്കെ ഗ്രീൻ കളർ കൊടുക്കാൻ നോക്കാം. ആ ഗ്രീൻ കളർ കൊടുക്കുന്നതിന് വെറും സാപ്പ് ഗ്രീൻ മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. സാപ്പ് ഗ്രീന് ഒരു ഡ്രോപ്പിൽ ഒരു 20 ഡ്രോപ്സ് വെള്ളം എടുത്തിട്ട് നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഹൈലൈറ്റിംഗ് മെത്തേഡിൽ കൂടി തന്നെയാണ് ലീഫ് നമ്മൾ ഷെയ്ഡ് ചെയ്യണത്. അടിയിൽ കൊടുത്ത ആ യെല്ലോ കളർ നമുക്ക് ലൈറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ഇതേപോലെ ഗ്രീൻ കളർ ഇലയിലും വള്ളികളിലൊക്കെ അപ്ലൈ ചെയ്യണം. മരച്ചില്ലയിൽ കളർ കൊടുക്കാൻ ആദ്യം യെല്ലോ ഓക്കർ എടുക്കുക. അതിൻ്റെ പകുതി വെർമിലിയൻ ഹ്യൂ എടുക്കുക. ഒരു നുള്ള സാപ്പ് ഗ്രീനും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 20 ഡ്രോപ്സ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് മരച്ചില്ലയിൽ നമുക്ക് ഹൈലൈറ്റിംഗ് മെത്തേഡിൽ അപ്ലൈ ചെയ്യാം. ഹൈലൈറ്റിംഗ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 2 സൈഡും ഡാർക്കായിട്ട് കൊടുക്കണം. എന്നിട്ട് ബ്രഷ് ഒന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് ആ നനവ് മാറ്റിയിട്ട് ആ കൊടുത്ത കളറിൽ കൂടിയിട്ട് ഒന്നിങ്ങനെ വാഷ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് ഹൈലൈറ്റിങ്. എല്ലാ ഹൈലൈറ്റിംഗ് മെത്തേഡും അതുപോലെയാണ് ചെയ്യേണ്ടത്. എന്നെ എല്ലാ കളറിങ് സ്റ്റേജും കഴിഞ്ഞു. ഇനി ഫൈനലായിട്ട് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അതിന് ബ്ലാക്ക് കളർ എടുക്കുക. എന്നിട്ട് എവിടെയൊക്കെ റെഡ് ഔട്ട്ലൈൻ നമ്മൾ കൊടുത്തു അവിടെ എല്ലാം ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ കൊടുക്കണം. ബ്ലാക്ക് കളറിൻ്റെ കൺസിസ്റ്റൻസി എന്താ വെച്ചാൽ നമുക്ക് ലൈനർ ബ്രഷിൽ ഈസി ആയിട്ട് വരയ്ക്കാൻ കിട്ടണം. ഒരുപാട് വെള്ളം ആവരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവരുത്. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് എല്ലാവരും പതുക്കെ അപ്ലൈ ചെയ്യണം. ഇത് ഈ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ പാരറ്റ് എങ്ങനെ വരയ്ക്കാം, എങ്ങനെ കളർ കൊടുക്കാം, എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാം എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോ തൊട്ടിട്ട് മ്യൂറൽ പെയിൻറ്റിങ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാമെന്ന് നമുക്ക് നോക്കാം.